إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സൂക്ഷ്മത കാണിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നിരവധി പേരാണ് മരണപ്പെട്ടു പോയത്. ഈ ദുനിയാവിലേക്കുള്ള വരവ് പോലെ തന്നെ ദുനിയാവിൽ നിന്നും ഒരു യാത്ര നമുക്കെല്ലാവർക്കുമുണ്ട്. ജീവിതത്തെ ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഒന്ന് മനസ്സിലാക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് തിരിച്ചറിയാൻ, ജീവിതത്തെ കുറച്ചുകൂടിയൊക്കെ നന്നാക്കിയെടുക്കണം എന്ന ഒരു വിചാരത്തിനൊക്കെ പലപ്പോഴും മരണത്തിന് സാക്ഷിയാകുമ്പോൾ നമുക്ക് സാധിക്കാറുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ പോലെ ഇഴപിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ് ജനനവും മരണവും എന്ന് പറയുന്നത്. ജനിച്ചിട്ടുണ്ടോ മരണമുണ്ട് എന്ന് ഉറപ്പാണ്. മരണം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ നമ്മൾ ഓർമ്മിപ്പിക്കും. ഈ ജീവിതം കൊണ്ട് എന്തായിരുന്നു നമ്മൾ നേടിയത് എന്നും എന്താണ് നമ്മൾ നേടേണ്ടിയിരുന്നത് എന്നതൊക്കെ പല മരണവും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ നല്ല മനുഷ്യനാകാനൊക്കെ മരണം നമ്മെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് മരണത്തിന് സാക്ഷിയാകുമ്പോഴുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ അടുത്ത് ഇടപഴകിയവർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവും.
മരിക്കണമല്ലോ എന്ന ഒരു ഓർമ്മ നമ്മിലേക്ക് വരുമ്പോഴുണ്ടാവും. ഒരു ഖബറിടത്തിൽ നമ്മൾ അവിടെ സാക്ഷിയാവുമ്പോൾ നമ്മളെ ഓർമ്മയിലുണ്ടാവും. അത് കഴിഞ്ഞാലും ഒരു മരണ വീട് സന്ദർശിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെയാണ്. പലപ്പോഴും എന്തായിരുന്നു ഇത്ര കാലം ചെയ്തു കൂട്ടിയത്, എന്തിനാണ് എന്റെ ആയുസ് അല്ലാഹ് ബാക്കിയാക്കിയത് എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭം ഓരോ മരണത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവും. കൂടെ നടന്നവർ, നമ്മുടെ കൂട്ടുവിട്ട് നടന്നവരൊക്കെ നമ്മെ വന്ന് കാണാൻ തിടുക്കം കൂട്ടുന്ന ഒരു ദിവസമാണ്. ഒരു മയ്യത്ത് നമ്മുടെ വീട്ടുമുറ്റത്തെത്തിയാൽ ആളുകൾക്ക് വലിയ ധൃതിയാണ്. എന്തിനാ ധൃതി? പെട്ടെന്ന് കബറടക്കണം. അതിനാളുകൾ ധൃതി കൂട്ടുന്ന നമുക്ക് കാണാൻ കഴിയും. അറബ് നാടുകളിലൊക്കെ മയ്യത്തും കൊണ്ട് ഓടുന്നതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എളുപ്പം അയാൾ എത്തട്ടെ എന്ന നിലക്കാണ് പലപ്പോഴും അത് പ്രതീകാത്മകമാണെങ്കിലും അങ്ങനെ അത് ചെയ്യാറുള്ളത്. അവനവന്റെ അഹലുകാർ വരെ കുറച്ചും കൂടി അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുമെങ്കിലും അല്പം കഴിഞ്ഞാൽ സമയമേറെ ആയില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും. എടുക്കുകയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെയൊക്കെ മുമ്പിൽ എത്രയോ കടന്നുപോയിട്ടുണ്ട്. മണ്ണിന്റെ ഒരു അംശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഒരാറടി മണ്ണിലേക്ക് മടങ്ങുന്ന സന്ദർഭമാണ് മരണമെന്ന് പറയുന്നത്. എത്രയെത്ര മരണത്തിനാണ് നമ്മൾ സാക്ഷിയായത്, എത്രയെത്ര മരണവീടുകളാണ് നമ്മൾ സന്ദർശിച്ചത്. ചില മരണങ്ങളൊക്കെ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും, ചിലത് ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കും. ചില മരണങ്ങൾ നമ്മുടെ മരണത്തെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മുഅ്മിനീങ്ങളെ വിളിച്ചല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണേ, ആത്മവിചാരണ നടത്തണേ. നാളേക്ക് വേണ്ടിയുള്ള, പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സസൂക്ഷ്മം അറിയുന്നവനാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെയാണ് ഓരോ മരണം സംഭവിക്കുമ്പോഴും ഓർക്കുന്നത്. ഇനി എന്റെ സമയം എപ്പോഴാണ്, എന്റെ മരണം വരാനായിട്ടുണ്ടോ? അല്ലെ, നമ്മുടെ താങ്ങും തണലുമായവർ, സ്നേഹിച്ചവർ, കൂടെ നടന്നവർ, കൂടെ കിടന്നവരൊക്കെ പലപ്പോഴും നമ്മളിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ അകന്നകന്നു പോകുന്ന ഒരു ദിവസം വരും. നമ്മൾ തന്നെ അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമയം വരും. ചിലർ നോക്കൂ, വിവാഹ ദിവസം ഒരു മണവാളനായി മണവാട്ടിയായി കാത്തു നിൽക്കുന്ന സന്ദർഭത്തിലായിരിക്കും മരണം ചിലപ്പോൾ നമ്മൾ വിളിക്കുക. ആളുകൾ കാത്തിരിക്കുകയായിരിക്കും, ഒരു മണവാളൻ വരാനുണ്ട്. പക്ഷേ പലപ്പോഴും മയ്യത്തുകൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഉപ്പയെ കാത്ത്, ഉപ്പയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തിയ മകൻ വാപ്പയെ കണ്ട സന്തോഷത്തിൽ റോഡ് മുറിച്ച് ഓടി നിന്ന സന്ദർഭത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്ത ഈ അടുത്ത് വന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? മരണത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളെ, സംഭവങ്ങളെ നമ്മൾ എത്രയാണ് കണ്ടത്. പലതരത്തിലുള്ള മരണവാർത്തകൾ, യുദ്ധത്തിന്റെ കെടുതികളിൽ മരണപ്പെട്ടു പോകുന്നവർ, കലാപങ്ങളിൽ മരണപ്പെടുന്നവർ, കലഹമുണ്ടാക്കി മരണം വാങ്ങുന്നവർ, തർക്കം, പ്രശ്നങ്ങൾ ഉണ്ടാക്കി മരണത്തിൽ കലാശിക്കുന്നവർ, അടിപിടികൾ, അപകടങ്ങൾ, സ്വാഭാവികമായ മരണം, രോഗം മൂർച്ഛിച്ചങ്ങനെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ മരണപ്പെട്ടു പോകുന്നവർ, അങ്ങനെ എത്ര തരത്തിലുള്ള മരണങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. ദുനിയാവിലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ മരണമെന്ന് പറയുന്നത്. പിന്നെ ദുനിയാവിന്റെ രസങ്ങളിൽ, ആലോചനകളിൽ, ചർച്ചകളിൽ, ചിന്തകളിൽ നമ്മളില്ലല്ലോ. നമ്മൾക്ക് പിന്നെ അതിലൊരു റോളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. എപ്പോഴാണ് അത് സംഭവിക്കുക? നമ്മളിത് മരണം മറന്നുപോയാൽ നമുക്കിത് സംഭവിക്കുമെന്ന് തന്നെ ഓർമ്മ ഉണ്ടാകും. എപ്പോഴാണ് സംഭവിക്കുക? എപ്പോഴും സംഭവിക്കും. നമ്മളിങ്ങനെ മനക്കോട്ടകൾ കെട്ടും, കിനാവുകൾ കാണും, സ്വപ്നങ്ങൾ നെയ്യും, നാളെയെക്കുറിച്ച്, വർഷങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച്, മകനെക്കുറിച്ച്, മകളെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, അവരുടെ പല കാര്യങ്ങളും വളർച്ചകളൊക്കെ നമ്മൾ പലപ്പോഴും സ്വപ്നം കാണും. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലാതെ അതങ്ങനെ പറക്കും. പക്ഷേ
യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോ അതൊക്കെ വെറും കിനാവുകളായി അവസാനിക്കും. ചിലപ്പോൾ അതിനൊന്നും നമ്മൾ സാക്ഷിയാകാതെ പോകും. ഉപ്പയെ ബാക്കിയാക്കി മകൻ യാത്രയാകും, മകൾ യാത്രയാകും, മകനെയും മകളെയും കുടുംബത്തെയൊക്കെ യാത്രയാക്കി ബാപ്പ യാത്രയാകും. അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഖുർആൻ പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ. നിങ്ങൾ എന്താണ് അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം, നാളെ നിങ്ങൾ എന്ത് സമ്പാദിക്കും, നിങ്ങൾ എന്ത് പ്രവർത്തിക്കും എന്ന് പോലും അറിയാൻ കഴിയാത്തവരാണ് മനുഷ്യരായ നമ്മളെന്ന് പറയുന്നത്. മാത്രമല്ല, വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അവൻ ഏത് ഭൂമിയിൽ വെച്ച്, ഏത് മണ്ണിൽ വെച്ച്, എവിടെ വെച്ച് മരിക്കുമെന്ന് പോലും അറിയാതെയാണ് അവൻ ഈ ഭൂമിക്ക് മുകളിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ മരിക്കും, ജനാസ നമസ്കരിക്കും, കബറടക്കപ്പെടും, ബന്ധുക്കളെല്ലാവരും തിരിച്ചു പോരും. നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം വിഹിതങ്ങളാക്കി പലരുടെയും കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. നമ്മൾക്ക് എന്ത് ബാക്കിയുണ്ടാകും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. പരലോക വിജയത്തിന് മരണത്തിന് മുമ്പ് നമ്മൾക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അവരാണ് വിജയികൾ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ അശ്രദ്ധ വിടുക എന്നാണ്, നമ്മുടെ ഗഫ്ലത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നാണ്. തിന്നും കുടിച്ചും അങ്ങനെ രസിച്ചും ദുനിയാവിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട്, അവരുടെ പിന്നാലെ പോയ പ്രവാചകനോട് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദർഹും, അവരെ പ്രവാചകരെ താങ്കൾ വിട്ടേക്കുക. അവരങ്ങനെ തിന്നും കുടിച്ചും സുഖം അനുഭവിച്ചും അങ്ങനെ പോയിക്കോട്ടെ. വയുൽഹിഹിമുൽ അമൽ, അതിമോഹമുണ്ടല്ലോ, ദുനിയാവിനോടുള്ള ഒരു തരം ആർത്തി, അതവരെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഫസൗഫ യഅലമൂൻ, അവർ വിവരം അറിയാൻ പോണുള്ളൂ. യഥാർത്ഥത്തിലുള്ള ജീവിതം എന്താണെന്നും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നും അവരറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപേക്ഷിക്കപ്പെടാൻ പറഞ്ഞ ഒരു ഖൗമിൽ, ഒരു ഉമ്മത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ലല്ലോ. നമുക്ക് തിന്നലാണോ പ്രധാന പണി? രസിച്ച് നടക്കലാണോ പ്രധാന പണി? സ്വപ്നങ്ങൾ, ദുനിയാവിലെ സ്വപ്നങ്ങൾക്ക് പുറകെ അങ്ങനെ മതിമറന്നു പോവുകയാണോ നമ്മുടെ പണി? അതിനിടയിൽ നിങ്ങൾക്കുണ്ടാകണം, നമുക്കുണ്ടാകണം, നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളെ, അമലുകളെ, ഇബാദത്തുകളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളെ നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ കൂട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ആത്മവിചാരണ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിച്ചത്, അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖാനുഭവങ്ങളെയും തകർത്ത് കളയുന്ന മരണം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല ഓർമ്മയുള്ളവരാകണേ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഖുർആൻ റസൂലുള്ളാഹിനോട് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ആരെങ്കിലും ദീർഘകാലം ഇവിടെ ജീവിച്ച് മരണപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, അങ്ങനെ ആരെങ്കിലും മരിക്കാതെ അങ്ങനെ നിത്യരായി നിൽക്കുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, മരണം ഓർക്കുക എന്ന് പറയുന്നത്, മരണം ഓർമ്മയുള്ളവർക്ക് 3 കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, ഒരു തൗബയുടെ മനസ്സുണ്ടാവും അവർക്ക്. മരിക്കണല്ലോ എന്ന് വിചാരിക്കുമ്പോ, മരണം മുമ്പിലുണ്ട് എന്ന് പറയുമ്പോ, മരണം കൂടെയുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ അവർക്ക് എപ്പോഴും തിരുത്താനുള്ളൊരു മനസ്സുണ്ടാവും, കൂടുതൽ നന്നാകാനൊക്കെയുള്ളൊരു മനസ്സുണ്ടാവും. പറ്റിപ്പോകുന്ന തിന്മകളെ പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞ് അതൊക്കെ പരിഹരിച്ച് വിശുദ്ധരാകാൻ, മനസ്സ് ശുദ്ധമാക്കാൻ, ശരീരം ശുദ്ധമാക്കാൻ, ജീവിതം നന്നാക്കാനൊക്കെയുള്ള ഒരു മനസ്സുണ്ടാവും. മരണം ഓർമ്മയില്ലെങ്കിൽ അതൊക്കെ വിസ്മരിച്ചു കളയും. നന്നാകണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല, എന്തെങ്കിലും തിരുത്തണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല, ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, ഒരു മാപ്പിന്റെ ശബ്ദം പോലും അവരിൽ നഷ്ടപ്പെടും. കാരണം മരിച്ചു പോകണമല്ലോ എന്നുള്ള വിചാരമില്ലാത്തവർക്ക് തോന്നിയ പോലെ നടക്കാൻ തോന്നുമെന്നതാണ്. മറ്റൊന്ന്, രണ്ടാമതൊരു ഗുണം അയാളിൽ ഉണ്ടാവുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. മരിച്ചു പോകണല്ലോ, ഈ ദുനിയാവ് ഒരു ദിവസം ഉപേക്ഷിച്ച് പോകണല്ലോ എന്ന് വിചാരിക്കുമ്പോ ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടും അതിൽ സംതൃപ്തി കണ്ടെത്തിയും പടച്ചവന്റെ കിട്ടിയ നിഅമത്തിൽ ശുക്ർ കാണിച്ചൊക്കെ ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും അയാൾക്ക് മതിയാകില്ല, തികയാതെ വരും. മണ്ണാണെങ്കിലും തികയില്ല, പണമാണെങ്കിലും തികയില്ല, സ്വപ്നങ്ങളാണെങ്കിലും തികയില്ല. അങ്ങനെ അവനങ്ങനെ ആർത്തി പിടിച്ചങ്ങനെ ജീവിച്ചു പോകും, തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. മരണം മറക്കുമ്പോ മനുഷ്യന് ദുനിയാവ് മാത്രമേ വിചാരം ഉണ്ടാവുള്ളൂ.
ഇവിടെ വെട്ടിപ്പിടിക്കണം, അതുപോലെ തന്നെ സമ്പാദിക്കണം. അതെത്ര സമ്പാദിച്ചാലും മതിയാകാത്ത തരത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറുമെന്നാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മനസ്സൊരു തൗബക്ക് വഴിപ്പെട്ട മനസ്സാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ മരണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. മരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോ, മരിച്ചു പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ കുറച്ചുകൂടി ജീവൻ ഉണ്ടാകും, കുറച്ചുകൂടി റാഹത്തുണ്ടാവും. അത് ചെയ്യാൻ നമുക്ക് കുറച്ച് ഉന്മേഷം ഉണ്ടാവും. അല്ലെങ്കിലോ അലസത നമ്മളെ പിടികൂടും, അല്ലേ? നമസ്കാരത്തിന്റെ വക്തായിട്ടും അതിങ്ങനെ നീട്ടിവെച്ച് പോകണം എന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ്? അല്ലെ, സുബി ബാങ്ക് കൊടുത്തു, സുബിയുടെ സമയം, പ്രഭാതം ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. അതിനിടയിലുള്ള ഈ സമയം, ആ സമയത്ത് സുബി നമസ്കരിക്കാൻ നമുക്ക് എന്തായിരുന്നു തടസ്സം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഉറങ്ങാണ് പലപ്പോഴും. ജീവിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഉണർന്നാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സമയത്തിനുള്ളിൽ അത് നിർവഹിക്കണമെന്നുള്ള ചിന്ത നഷ്ടപ്പെടുന്നു. ളുഹർ ബാങ്ക് വിളിച്ചു, ജുമയുടെ ബാങ്ക് വിളിച്ചു, നമുക്ക് പള്ളിയിലേക്ക് എത്തണം, ഇബാദത്തിലേക്ക് പെട്ടെന്ന് എത്തണം, ആ കർമ്മം എത്രയും മനോഹരമായി നിർവഹിക്കണം എന്ന് മനസ്സിൽ ചിന്ത വരാത്ത എന്തുകൊണ്ടാണ്? അതിനിടയിൽ എന്റെ മരണം സംഭവിക്കുമോ എന്ന ബോധമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ളുഹറും കഴിഞ്ഞ്, അസറും കഴിഞ്ഞ്, മഗ്രിബും കഴിഞ്ഞ്, ഇശാ കഴിഞ്ഞു, അങ്ങനെ തന്നെ പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വിചാരിച്ച എത്രയോ മനുഷ്യരാണ് ഇന്ന് നമ്മുടെ പള്ളിക്കബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാളെ ഉണ്ടാകും തന്നെ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ, പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാളുകളുണ്ടാവും, പക്ഷേ നമ്മൾ ബാക്കി ഉണ്ടാകുമോ എന്നറിയില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ നമുക്ക് ഈ ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടിയിട്ട് മനസ്സ് പാകപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ഇബാദത്തുകൾ വളരെ സജീവമായി ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനായിരുന്നു ഈ ആയുസ് ജീവിതമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഏത് മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഫ്ളലായിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും നല്ല ഉത്കൃഷ്ടരായവർ എന്ന്. നല്ല സ്വഭാവത്തിനുടമായ ആളുകളുണ്ടല്ലോ, അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും അഫ്ളലായവർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ലിസ്റ്റിൽ നമ്മളുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ആ ലിസ്റ്റിൽ ആളുകൾ എണ്ണുമ്പോ നല്ല സ്വഭാവത്തിനുടമയാണ് എന്ന് എണ്ണുന്ന ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക. അതിനുള്ള ഗുണങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. തിരുത്തി നന്നാകേണ്ട ഗുണങ്ങൾ ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. തൗബ ചെയ്യേണ്ട മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അപ്പൊ സ്വാഭാവികമായും ഒരു മരണം മുന്നിൽ കാണുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. പരിക്കനായവർ നല്ല സോഫ്റ്റായി വരുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കപ്പെടും. അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്, അല്ലാഹു നൽകുമെന്നാണ്. ശേഷം സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അയ്യുൽ മുഅ്മിനീന അഖിയസ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരാണ് നല്ല ബുദ്ധിമാന്മാർ? നല്ല വിവരമുള്ളവൻ, ബുദ്ധിയുള്ളവൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും ധാരാളം ഓർക്കുകയും മരണത്തിന് മുമ്പായി തന്റെ കാര്യങ്ങളൊക്കെ ചിട്ടയോടുകൂടിയെല്ലാം ചെയ്ത് തീർക്കുന്നവരാണ്, അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനസ്സിലേക്ക് മരണം കടന്നു വരുമ്പോ നമ്മൾക്ക് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, അല്ലെ? കടുത്ത മനസ്സുകൾ സോഫ്റ്റായി മാറും. ദുനിയാവിനോടുള്ള ആർത്തി പതുക്കെ പതുക്കെ ഇല്ലാതാവും. പരീക്ഷണങ്ങളെ അങ്ങനെ ഒരു പരാതിയായി പറയുന്നതൊക്കെ കുറയും, ഇതൊക്കെ തീരും. എന്നും ഈ പരാതി പറയാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. പരീക്ഷണങ്ങളിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയില്ല, പക്ഷേ മരണം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പല മരണവും നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളോടുള്ള ഓരോ ഉപദേശകനായിട്ടാണ് മരണം വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലേ, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. ഉമർ റളിയല്ലാഹു തആല സ്വന്തത്തോടെ തന്നെ പറയാണ്, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. ഉമറെ, മരണം തന്നെ പോരെ, മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോരെ, മരണത്തിന് സാക്ഷ്യം വഹിക്കുന്നത് പോരെ, നിനക്കൊരു ഉപദേശകനായിട്ട് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നോട് തന്നെ ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിനരികെ ഇങ്ങനെ സഹാബികളോടൊപ്പം നിൽക്കുകയാണ്. റസൂൽ ഇങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു പോയി. റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണുകളും ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സഹാബികൾ പറയാണ്, അദ്ദേഹം ഇങ്ങനെ നിർത്താതെ കരഞ്ഞു. അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിൽ കൂടെ കണ്ണിനീരങ്ങനെ ഒഴുകി ഒഴുകി വന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മ ഖാല യാ ഇഖ്വാനി, എന്റെ പ്രിയപ്പെട്ടവരെ, ലിമിസ്ലി ഹാദാ, ഇതുപോലൊരു ദിവസം വരാനുണ്ട് കേട്ടോ എന്ന്. ഫഈദു, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരുങ്ങി നിൽക്കേണ്ട സമയമായിട്ടുണ്ട് എന്നൊരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണവും നല്ല ജീവിതവും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണം ഓർക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും ഒരു തൗബയുടെ മനസ്സുണ്ടാകുമെന്നും ജീവിതത്തിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവർക്ക് സാധിക്കുമെന്നും അവരുടെ ഇബാദത്തുകൾക്കും അമൽ സ്വാലിഹാത്തുകൾക്കുമൊക്കെ ഒരു ഉന്മേഷമുണ്ടാകുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്നാണ്. സക്കറാത്തുൽ മൗത്ത്, അതിന് വലിയ വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിക്ക് പോലും മരണത്തിൽ റൂഹ് പിടിച്ചു പോകുന്ന സന്ദർഭത്തിൽ സക്കറാത്ത്, അതിന്റെ വേദനകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ മരണത്തിന്റെ സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരെയും അത് പിടികൂടും. ആരാണ് രക്ഷപ്പെടുക? നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ എല്ലാ അമലുകൾക്കും അവരുടെ പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കപ്പെടുന്ന ഒരു സമയമുണ്ടാവും. നന്മ ചെയ്തവർക്ക് നന്മയുടെ പ്രതിഫലം, തിന്മയും തോന്നിവാസങ്ങൾ ചെയ്തവർക്ക് അതിന്റെ ശിക്ഷകൾ എല്ലാം അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു ദിവസം. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്നേ ദിവസം നരകത്തിൽ നിന്ന് ആരാണോ അകറ്റി നിർത്തപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവരാണ് വിജയിക്കുന്നവർ എന്ന്, വിജയിച്ചവർ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ദുനിയാവിനെ പറ്റി ഒരു വിചാരം ആ ആയത്തിന്റെ അവസാനത്തിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് വെറും ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ്. കണ്ണഞ്ചിപ്പിക്കും, നമ്മളെ കൊതിപ്പിക്കും, നമ്മളെ പലപ്പോഴും തെറ്റുകളിൽ ആസ്വദിപ്പിക്കുന്ന തരത്തിൽ അത് വീഴ്ത്തും, നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിക്കും, നമ്മുടെ ചിന്തകൾക്ക് കുളിര് വെള്ളിപ്പിക്കുന്ന പലതും ഉണ്ടാവും. പക്ഷേ ഇത് ദുനിയാവാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇതിനപ്പുറത്തേക്ക് ഒരു യാത്രയുണ്ട് എന്ന് മറക്കരുത് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നല്ല ഈമാനോടുകൂടി യഖീനോടുകൂടി പടച്ചവയിൽ തവക്കുലാക്കി നിങ്ങൾ പോകുന്നുണ്ടോ, യഹ്ദി ഖൽബഹു, നമ്മുടെ മനസ്സിനെ, അവന്റെ മനസ്സിനെ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിപ്പിക്കുമെന്ന് ഖുർആൻ നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. മനുഷ്യരവസാനം ചില മനുഷ്യർ വിലപിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് വിലപിക്കുക? മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭത്തിൽ അവൻ വിലപിക്കും. അപ്പോഴാണ് ജീവിതം തീർന്നല്ലോ എന്ന് അവന് ബോധ്യം ഉണ്ടാകുക. പടച്ചോനെ, സമയം തീർന്നല്ലോ എന്ന് ഒരു വിചാരം ഉണ്ടാകുക. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, മരണം ഇങ്ങനെ അവന്റെ അടുക്കലേക്ക് എത്തുമ്പോ അവൻ പറയും, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കിത്തരോ, കുറച്ച് സമയം തരോ, ഒന്ന് മടക്കിത്തരോ, കുറച്ച് സമയം കൂടി എന്ന് ചോദിക്കുമെന്നാണ്. എന്തിനാണത് ഇത്ര കാലം കിട്ടാത്ത സമയം അവൻ ചോദിക്കണം? എന്തിനാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക, കഴിഞ്ഞുപോയി, ഉപേക്ഷിച്ചു പോയ, നഷ്ടപ്പെടുത്തി കളഞ്ഞ എന്റെ സമയം, അതിന് പകരം ഞാനിതാ ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ കുറെ അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്ത് നന്നായിക്കോളാം, അതിനുവേണ്ടി എനിക്ക് കുറച്ച് സമയം അനുവദിക്കൂ എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞു, കല്ല, വെറുതെ ഇല്ല അങ്ങനെ സംഭവം. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഞാൻ കുറച്ച് സമയം കൊടുത്തു വിചാരിക്കുക, നന്നാവോ? ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അങ്ങനത്തെ മനുഷ്യരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നന്നാകാം, ശരിയാകാം, ഞാൻ റെഡിയാക്കാം എന്നൊക്കെ പറയും. പക്ഷേ
ചിലരുടെ വാക്ക് വെറും വർത്തമാനമായിരിക്കുമെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അവന് ബർസഖിയായ ലോകത്തങ്ങനെ കിടക്കും, ഏതുവരെ? ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വരെ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇടക്കിടക്കൊന്ന് വിലയിരുത്തണം. നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, ദീനിയായ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ ഒക്കെ നമ്മൾ ഇടക്കൊന്ന് പരിശോധിക്കുകയും പോരായ്മകൾ ഉണ്ടെങ്കിൽ എളുപ്പം തിരുത്തി നമ്മളെപ്പോഴും നന്നായിരിക്കുക എന്നതുമാണ് ബുദ്ധിയുള്ള മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ കൂട്ടുപാറയിലെ മാന്നോളി അസ്ലം എന്ന സുഹൃത്ത് മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. വളരെ ചെറുപ്പമായിരുന്നു. നമുക്കറിയാം, ആരോടും പുഞ്ചിരിയോടുകൂടി അല്ലാതെ അസ്ലം സംസാരിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല, എല്ലാവരോടും നല്ല വർത്തമാനങ്ങളല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. അത്ര സോഫ്റ്റായി വളരെ ചിരിയും തമാശയോടും കൂടി അങ്ങനെ ലളിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ സഹോദരനാണ്. പ്രാരാബ്ധങ്ങളുടെ, പരീക്ഷണങ്ങളുടെ എത്രയോ ഘട്ടങ്ങളിലൂടെ അസ്ലം കടന്നുപോയി എന്ന് അസ്ലമിനെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം. ദേശത്ത് കുറെ കാലത്ത് ജീവിച്ചു, ടൈലറായിട്ട് കുറെ കാലം ജീവിച്ചു, അതുപോലെ തന്നെ സെൻട്രിങ്ങിന്റെ പണിക്ക് വേണ്ടി ഒരുപാട് കാലം അങ്ങനെ കടന്നുപോയി. ഒരു 45 വയസ്സിനുള്ളിൽ അങ്ങനെ ജീവിച്ചു പോയൊരു ചെറുപ്പക്കാരനാണ്. എല്ലാവർക്കും ഒരു ഉപകാരിയായ ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ തൊട്ടുമുമ്പുള്ള ശനിയാഴ്ച ദിവസം ദീനിയായ ഒരു മജ്ലിസിലൊക്കെ പങ്കെടുത്ത് കൂടെ ഇരുന്നവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി വളരെ സന്തോഷകരമായി പിന്നീട് മഴീഷ്യത്തിനു വേണ്ടിയുള്ള ഒട്ടപ്പാച്ചിലിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. പെട്ടെന്നുള്ള മരണങ്ങൾ കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ താങ്ങാൻ പറ്റുന്നതാവില്ല. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അദ്ദേഹത്തിന്റെ സുഹൃതങ്ങൾ നീ സ്വീകരിക്കണ റഹ്മാനെ. പോരായ്മകൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണ റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഇണകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, താങ്ങും തണലുമായവർ, അള്ളാഹുവെ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഫലസ്തീനിന്റെ മണ്ണിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ശുഹദാക്കളുടെ എണ്ണത്തിലേക്ക് ചേർക്കപ്പെടുന്ന പേരുകളുണ്ട്, രോഗം കാരണം പ്രയാസപ്പെടുന്നവരുണ്ട്, ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, അവരുടെ മേൽ നിന്റെ കാവൽ ഉണ്ടാകണേ റഹ്മാനെ. അവർക്ക് നീ രക്ഷയും സമാധാനവും കൊടുക്കണേ റഹ്മാനെ. ഖുദ്സിന്റെ മോചനം നീ സാധ്യമാക്കണേ റഹ്മാനെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെയും ദീനിനെയും മുസ്ലിങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി വിഷമിക്കുന്നവർ, പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവർ, അള്ളാഹുവെ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രകളിലുമൊക്കെ നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.